ഹായ് എവരി വൺ. 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ഏതാനും ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ബേസ് എഡ്ജ് എങ്ങനെ കണ്ടുപിടിക്കാം, ബേസ് എഡ്ജ് എന്താണ്, ലാറ്ററൽ എഡ്ജ് എന്താണ്, സ്ലാൻ ഹൈറ്റ് എന്താണ്, ബേസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ലാറ്ററൽ സർഫേസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ സർഫേസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമാണ്. മിക്കവാറും 4 to 5 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് കോൺസെപ്റ്റിലേക്ക് കടക്കാം. ഒരു സ്ക്വയർ പിരമിഡ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഇമേജ് ഇതായിരിക്കും. ഇത് തന്നെയാണ് ഒരു സ്ക്വയർ പിരമിഡ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൈസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ 4 സൈഡിനെയാണ് നമ്മൾ ബേസ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ സ്ക്വയർ പിരമിഡിന്റെ ഈ ഒരു ഏരിയയാണ്, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ ബേസ് ലെങ്തിന്റെയും ഇന്റെയും നടുവിലൂടെ, ആ ഒരു ട്രയാങ്കിൾ നിർമ്മാണത്തിന്റെ നടുവിലൂടെ പോകുന്ന ഈ ഒരു ഹൈറ്റ് ആണ്, ഈ ഒരു ലൈനെയാണ് നമ്മൾ സ്ലാൻ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലാറ്ററൽ എഡ്ജ് എന്താണെന്ന് മനസ്സിലായി, സ്ലാൻ ഹൈറ്റ് എന്താണെന്ന് മനസ്സിലായി, ബേസ് ലെങ്ത് എന്താണെന്ന് മനസ്സിലായി. സ്ലാൻ ഹൈറ്റും ഹൈറ്റും തമ്മിൽ മാറിപ്പോകരുത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് അറ്റം വരെ പോകുന്ന ആ ഒരു ലെങ്തിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെ പോകുന്ന ഒരു ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് സ്ക്വയറിന്റെ സെന്ററിൽ നിന്നാണ് പോകുന്നത്. പക്ഷെ ലാറ്ററൽ എഡ്ജ് ആ സ്ക്വയർ പിരമിഡിൽ നിന്ന് ഒരു ബേസ് എഡ്ജിനെ പകുതിയാക്കി a/2 ആക്കി മുറിക്കുന്ന ഒരു പോയിന്റ് വരെയാണ് പോകുന്നത്, അല്ലാതെ അതിന്റെ സെന്ററിൽ നിന്നല്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡിന്റെ സെന്ററിൽ നിന്നും അറ്റം വരെ പോകുന്നതാണ് ഹൈറ്റ്. ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഒരു ഫേസിൽ നിന്ന് അതിന്റെ ബേസ് എഡ്ജിലേക്ക് വരക്കുന്ന ഒരു ലെങ്ത് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത് ബേസ് ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കുക. എ സ്ക്വയർ ബേസ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബേസ് ഏരിയ കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. പിന്നെ ലാറ്ററൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കുക. 2AL 2 × A ബേസ് ലെങ്ത്തും പിന്നെ സ്ലാൻ ഹൈറ്റും 2 × ബേസ് ലെങ്ത് × സ്ലാൻ ഹൈറ്റ് ചെയ്ത് നമുക്ക് ലാറ്ററൽ സർഫേസ് ഏരിയ കിട്ടും. പിന്നെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബേസിന്റെ ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയും പിന്നെ അതിന്റെ ലാറ്ററൽ സർഫേസ് ഏരിയയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഭാഗമാണ് ടോട്ടൽ സർഫേസ് ഏരിയ. ഈ 3 സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫിഗർ തന്നിട്ട് ബേസ് ലെങ്ത്തിന്റെ ലെങ്ത്തും ലാറ്ററൽ സർഫേസ് ഏരിയയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഇവിടെ AC-യുടെ ലെങ്ത് 25 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. BDയും CD-യുടെ ലെങ്ത്തും 15 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബേസ് ലെങ്ത് ആണ്. ആദ്യമായിട്ട് ബേസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയർ പിരമിഡിന്റെ സ്ക്വയർ നേരത്തെ കാണിച്ച ആ ഫിഗർ പോലെയുള്ള ഒരു ഫിഗറാണിത്. അതുകൊണ്ട് ഈ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. അപ്പോൾ ഇതും A ആണെങ്കിൽ ഇതും A ആണ്, ഇതും A ആണ്, ഇതും A ആണ്. ഇത് മൊത്തത്തിലാണ് ഈ ഒരു സ്ക്വയറിന്റെ ഈ ഒരു ഫുൾ സൈഡിനെയാണ് നമ്മൾ ബേസ് ലെങ്ത് എന്ന് പറയുന്നത്. സ്ക്വയർ പിരമിഡിന്റെ ഈ ഫുൾ സൈഡിനെയാണ് നമ്മൾ ബേസ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ 15 കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ലെങ്ത് ആണ് ബേസ് ലെങ്ത്. സോ 15 കൂട്ടിയാൽ 30 എന്ന് നമുക്ക് കിട്ടും. സോ ബേസ് ലെങ്ത് ഇവിടെ 30 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലാറ്ററൽ സർഫേസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫേസ് ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് സ്ലാൻ ഹൈറ്റ് കിട്ടണം. ഇവിടെ ബേസ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു, 30 ആണ് കിട്ടിക്കഴിഞ്ഞു. ഇനി സ്ലാൻ ഹൈറ്റും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ലാറ്ററൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ √(E² - A/2) എന്നാണ്. E എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത് ആണ്. AC എന്ന് പറഞ്ഞ ലെങ്ത്തും പിന്നെ ഈ CD എന്ന് പറഞ്ഞ ലെങ്ത്തും കൂടി സ്ക്വയർ ചെയ്ത് മൈനസ് ചെയ്താൽ നമുക്ക് ഈ സ്ലാൻ ഹൈറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ബേസ് ലെങ്ത്തിന്റെ പകുതിയാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. A/2 എന്ന് പറഞ്ഞാൽ ബേസ് ലെങ്ത്തിന്റെ പകുതി. ബേസ് ലെങ്ത് ഇപ്പോൾ 30 ആണെങ്കിൽ 30ന്റെ പകുതി 15.
40 40ന്റെ പകുതി 20. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. സോ L is equal to root of E square minus A/2 all square എന്നാണ്. L is equal to root of E എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് 25 25 സ്ക്വയർ മൈനസ് A/2 30ന്റെ പകുതി 15 30ന്റെ പകുതി 15ന്റെ സ്ക്വയർ. സോ L is equal to root of 25ന്റെ സ്ക്വയർ 625 മൈനസ് 15ന്റെ സ്ക്വയർ 225. സോ L is equal to root of 625 മൈനസ് 225. 625ൽ നിന്ന് 225 മൈനസ് ചെയ്താൽ 400 കിട്ടും. സോ റൂട്ട് 400 എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ലാൻ ഹൈറ്റ് 20 സെന്റിമീറ്റർ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു എൽ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. സോ 2 ഇൻറ്റു എ എത്രയാണ് 30 A/2 ആണ് 15. A/2 ആണ് 15. എ എന്ന് പറയുന്നത് 30. 2 ഇൻറ്റു 30 ഇൻറ്റു സ്ലാൻ ഹൈറ്റ് L ഇസ് ഇക്വൽ ടു 20 ആണ്. 2 ഇൻറ്റു 30 ഇൻറ്റു 20. സോ 30ഉം 20ഉം ഇൻറ്റു ചെയ്താൽ 600 എന്ന് കിട്ടും. 600 ഇൻറ്റു 2 1200 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഫിഗർ തന്നിട്ട് നമ്മളോട് ബേസ് എഡ്ജിന്റെ ലെങ്ത്തും സ്ലാൻ ഹൈറ്റും ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബേസ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇപ്പോൾ ബേസ് ലെങ്ത് നേരത്തെ കണ്ടുപിടിച്ച പോലെ, നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച പോലെ ഒരു സൈഡിന്റെ ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ A/2 ആണ് ഇവിടെ തന്നത്. ബേസ് ലെങ്ത്തിന്റെ പകുതിയാണ് ഇവിടെ തന്നത്. അപ്പോൾ ബേസ് ലെങ്ത് മൊത്തം കിട്ടണമെങ്കിൽ നമ്മൾ 5നോട് 5 കൂട്ടിയാൽ മാത്രം മതി. 5നോട് 5 കൂട്ടുമ്പോൾ 10 സെന്റിമീറ്റർ ആയി കിട്ടും. അപ്പോൾ A എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് സ്ലാൻ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പ് E ഈസ് ഈക്വൽ ടു ലാറ്ററൽ എഡ്ജ് ഈസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ ആണ്. A/2 ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ട്രിപ്ലെറ്റ് വെച്ചിട്ട് ഇവിടെ 5 13 വരുമ്പോൾ ഇവിടെ 12 ആണ് നമുക്ക് കണ്ടുപിടിക്കാം. 3 4 5 5 12 13 അങ്ങനെ ഉള്ള ട്രിപ്ലെറ്റ്സ് ഉണ്ട്. അത് എന്തായാലും ഓർമ്മിച്ച് വെക്കണം. പിന്നെ L ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് E സ്ക്വയർ മൈനസ് A/2 ഹോൾ സ്ക്വയർ. സോ E എത്രയാണ് ഇവിടെ ഉണ്ട്, A/2 ഉണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. L ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് A/2ന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്, 5 ഹോൾ സ്ക്വയർ. സോ L ഇസ് ഈക്വൽ ടു 169. 13ന്റെ സ്ക്വയർ 169 ആണ്, മൈനസ് 5ന്റെ സ്ക്വയർ 25 ആണ്. സോ റൂട്ട് 144 ഇട്ടു. റൂട്ട് 144 12 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് സ്ലാൻ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സി ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. എന്റെ സ്ക്വയർ ആണ് ബേസ് ഏരിയ എന്ന് പറയുന്നത്. A 10 സെന്റിമീറ്റർ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5ഉം 5ഉം കൂടെ കൂട്ടിയാൽ 10 സെന്റിമീറ്റർ ആയി. A/2 A/2നോട് 5നോട് 5 കൂട്ടുമ്പോൾ നമുക്ക് ബേസ് ലെങ്ത് കിട്ടി 10 സെന്റിമീറ്റർ ആയി കിട്ടി. അപ്പോൾ ബേസ് ലെങ്ത് 10 സെന്റിമീറ്റർ ആയിട്ട് 10ന്റെ സ്ക്വയർ ചെയ്തിട്ടാണ് നമുക്ക് ബേസ് ഏരിയ കിട്ടും. A സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 എന്നും ചെയ്യാം, അല്ലെങ്കിൽ 10 സ്ക്വയർ ചെയ്യാം. 10 ഇൻറ്റു 10 എന്ന് വെച്ചിട്ടാണ് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ ബേസ് ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ ആയി കിട്ടി. ഈ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാറ്ററൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 2AL. 2 ഇൻറ്റു A ഇൻറ്റു L. 2 ഇൻറ്റു ബേസ് ലെങ്ത് ഇൻറ്റു സ്ലാൻ ഹൈറ്റ്. അപ്പോൾ 2 ഇൻറ്റു ബേസ് ലെങ്ത് നമുക്ക് അറിയാം 10 സെന്റിമീറ്റർ ആണ്. 2 ഇൻറ്റു 10 ഇൻറ്റു സ്ലാൻ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 12 സെന്റിമീറ്റർ ആണ്. 2 ഇൻറ്റു 10 ഇൻറ്റു 12. 10 ഇൻറ്റു 12 എന്ന് വെച്ചാൽ 120. 120 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 240 സെന്റിമീറ്റർ സ്ക്വയർ. ദെൻ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി പ്ലസ് ചെയ്താൽ മാത്രം മതി. ബേസ് ഏരിയയും ലാറ്ററൽ സർഫേസ് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. സോ A സ്ക്വയർ പ്ലസ് 2AL ഇസ് ഈക്വൽ ടു A സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ബേസ് ഏരിയ കിട്ടിയിട്ടുണ്ട് 100 ആണെന്ന്. പിന്നെ 2AL ലാറ്ററൽ സർഫസ് ഏരിയ 240 എന്ന് കിട്ടിയിട്ടുണ്ട്. 100 പ്ലസ് 240 340 ആണെന്ന്. 100ഉം 100ഉം 240ഉം കൂടെ കൂട്ടിയാൽ 340 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ ഒരു ഫിഗർ
കണ്ടിട്ട് നമ്മൾ സ്ലാൻ ഹൈറ്റും വോളിയവും കണ്ടുപിടിക്കണം. സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കുക, ഇത് തന്നെയാണ് സ്ലാൻ ഹൈറ്റ്. ബി ഡി എന്ന് പറയുന്ന ലെങ്ത് തന്നെയാണ് സ്ലാൻ ഹൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സ്ലാൻ ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ലാൻ ഹൈറ്റ് കിട്ടും. L = 25 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഹൈറ്റ് ആണ്. അപ്പം ബേസ് ലെങ്ത് AC 40 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് അതിന്റെ പകുതി A/2 എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ L 25 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. സോ സ്ലാൻ ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്റെ പകുതി 40ന്റെ പകുതി 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് = സ്ലാൻ ഹൈറ്റിന്റെ സ്ക്വയർ L² - A/2. ബേസ് ലെങ്ത്തിന്റെ പകുതി ² അതിനെ റൂട്ട് ചെയ്താൽ നമുക്ക് ഹൈറ്റ് കിട്ടും. H = √L² - A/2 നമുക്ക് ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ സ്ലാൻ ഹൈറ്റിന്റെ സ്ക്വയറിൽ നിന്ന് ബേസ് എഡ്ജിന്റെ പകുതിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഹൈറ്റ് = സ്ലാൻ ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. 25² - A/2 40 ആണ് ഇതിന്റെ ഫുൾ ലെങ്ത്. ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. അതിന്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. 40ന്റെ പകുതി 20 ആണ്. A/2 അപ്പം 20². H = √25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ് -400. 625 400 കുറച്ചാൽ √225 എന്ന് കിട്ടും. √225 15 ആണ്. പിന്നെ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് വോളിയം. നമ്മൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് വെച്ചാൽ 1/3 A²H ആണ്. A² എന്ന് പറയുന്നത് ബേസ് ഏരിയ ആണ്. അപ്പോൾ 1/3 ബേസ് ഏരിയ ഹൈറ്റ് ആണ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ 1/3 A²ന്റെ H ആണ്. A² എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ഏരിയ ആണ്. 1/3 ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. 1/3 × 40 × 40 എന്ന് എഴുതാം നമുക്ക്. A² 40 × 40 എന്നല്ല, 40² നമുക്ക് എഴുതാം. ഹൈറ്റ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് 15 സെന്റിമീറ്റർ ആണ്. ഇത് 1/3 × 40 × 40 × 15 എന്ന് കിട്ടുമ്പോൾ ഇവിടെ 15 3 ഇവിടെ കാണുമ്പോൾ നമുക്ക് 3 കൊണ്ട് 15നെ കട്ട് ചെയ്ത് 5 എന്ന് എഴുതാം. അപ്പോൾ 40 × 40 1600 ആണ്. 1600 × 5 8000 സെന്റിമീറ്റർ³ എന്ന് നമുക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.